ഒരു കിടിലൻ ഡിബേറ്റ്. ഇത് കണ്ടില്ലെങ്കിൽ വലിയ നഷ്ടം തന്നെ കേട്ടോ. സാധാരണ ഇപ്പൊ നമ്മൾ ഈ ചാനലിനകത്തൊക്കെ ഈ BJP-യുടെ പ്രതിനിധിയായിട്ട് വന്നിരിക്കുന്ന ഒരു യുവ കോമളനുണ്ട്. അവന്റെ വിചാരം യവനെന്തോ വലിയ സംഭവമാണെന്നൊക്കെയാണ്. പക്ഷെ ബുദ്ധിയും വിവരമുള്ള ആൾക്കാരുടെ കയ്യിൽ പെട്ടാണ്ടല്ലോ അവര് മറ്റേ പൊറോട്ട വലിച്ചു കീറുന്നതൊക്കെ കീറി ഭിത്തിയിലൊട്ടിക്കും. നമ്മുടെ ആര്യയും അതുപോലെ തന്നെ ജിൻഡോ ജോണും ലവറുടെ മുന്നിലാണ് ഈ വേട്ടാവളിയും വന്ന് പെട്ടത്. രാജ്യം 80ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടാത്ത അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിങ്ങളുടെ ഊർജ്ജവും നിങ്ങളുടെ യൗവനവും നഷ്ടപ്പെടുത്തരുതെന്ന് പറഞ്ഞിട്ടുള്ള ഒരുവിന് വേണ്ടി കേരളത്തിന്റെ അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെ വീർ സവർക്കറിന് മുദ്രാവാക്യം വിളിച്ച് നടന്ന ഈ വീർ റോളികളുണ്ടല്ലോ, ഈ വീർ റോളികൾ വന്നിരുന്നുണ്ട്. ഇവിടെ വന്ദേ മാതരം ഫുള്ളായിട്ട് ചെല്ലണം എന്ന് പറയുമ്പോഴത്തേക്ക് അത് പോയി നിന്റെയൊക്കെ ശാഖയിൽ പോയി ചെല്ലിയാ മതിയട എന്ന് പറയാൻ ധൈര്യമുള്ള ആൺകുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട്. 2014 ശേഷമാണ് തീവ്ര ഹിന്ദുത്വ അജണ്ട വെച്ച് പുലർത്തുന്ന ടോളികൾ വന്നിട്ട് രാജ്യസ്നേഹം അങ്ങോട്ട് വിളമ്പുക. രാജ്യത്തിന്റെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധിജിയെ അവഹേളിക്കുന്ന തരത്തിലാണ് ഈ മലൻ TVക്കകത്ത് വന്നിട്ടുള്ള ഒരു വാർത്ത നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. വീർ സവർക്കറിനെയും അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാരെയൊക്കെ വലിയ പടം വെച്ചിട്ട് ഗാന്ധിജിയുടെ പടം കൊണ്ടുപോയിട്ട് ചെറുതായിട്ട് കൊണ്ട് താഴെ വെച്ച് ഇത് പ്രതിഷേധിക്കേണ്ടതല്ലേ? ഇവിടെ ആരെങ്കിലും ഏതെങ്കിലും നേതാക്കന്മാർ ഇതിനെ കുറിച്ചിട്ട് പറയുന്നുണ്ടോ? ഇവരാരും പറയാൻ തയ്യാറല്ല. ഈ ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ടോ. സംഘപരിവാറിന് ഉത്തരം മുട്ടുമ്പോൾ പിന്നെ തിരിഞ്ഞു നിന്ന് കൊഞ്ഞനം കാണിച്ചിട്ട് പറയുന്ന ഒരു വാക്കുണ്ട്, ജിഹാദി അവിസോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വന്ന് കുരയ്ക്കുന്ന ഈ വേട്ടാവളിയനായിട്ടുള്ള ഈ നന്ദു എന്ന് പറഞ്ഞ ഈ മരമണ്ടൻ, ഈ ശാഖാ പൊട്ടന്റെ അണ്ണാക്കിലാണ് നമ്മുടെ ആര്യയും ജിൻഡോ ജോണും അടിച്ചങ്ങോട്ട് കയറ്റി കൊടുത്തിട്ടുണ്ട്. ഒരു കിടിലം വീഡിയോ ആണ്. കണ്ടിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട മറ്റുള്ളവരെ കൂടെ ഒന്ന് ഷെയർ ചെയ്തോ, കമന്റും കൂടെ അറിയിക്കുക. നേരെ വീഡിയോയിലേക്ക് പോകാം. കേന്ദ്ര സർക്കാരിന് അങ്ങനെ പല താല്പര്യങ്ങളുണ്ടാവും. അത് കേരളത്തിലെ സർക്കാർ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഓഗസ്റ്റ് 15-ാം തീയതി കേരളത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കപ്പെടുമ്പോൾ നമ്മൾ ദേശീയ ഗാനം ആലപിക്കും, ജനഗണമന ആലപിക്കും. നമ്മൾ ഇവിടെ സമുചിതമായിട്ട് രാജ്യത്തിന്റെ ദേശാഭിമാനികളുടെ ചരിത്രം സ്മരിച്ചുകൊണ്ട് നമ്മൾ സ്വാതന്ത്ര്യദിനം ആചരിക്കും. ബാക്കിയൊക്കെ അവരുടെ സ്വപ്നങ്ങളാണ്. അത് അവർ സ്വപ്നം കണ്ടോ പാടാൻ പാടുള്ളൂ എന്ന് തീരുമാനിക്കുന്നത് കോൺഗ്രസ് ആണോ? അവർ പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് മുഴുവൻ ആലപിക്കേണ്ടതെന്ന് തീരുമാനിച്ചത്. അവരുടെ ഒരു അല്ലടാ, ഇത് മുഴുവൻ പാടണമെന്ന് തീരുമാനിക്കുന്നത് സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധമില്ലാത്ത രാഷ്ട്രപിതാവിന്റെ ഘാതകരായിട്ടുള്ള നീയൊക്കെയാണ് പറയേണ്ടത്. ഈ ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ഓരോ പൗരനും എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്ന് തീരുമാനിക്കുന്ന നീയൊക്കെയാണോ? അല്ല, നമുക്ക് മനസ്സിലാത്തതുകൊണ്ട് നീ ഇത് പോയിട്ട് നിന്റെ അണ്ടിമുക്ക് ശാഖയില അവിടുത്തെ മറ്റേ പൊട്ടന്മാരടുത്ത് പറഞ്ഞാൽ മതി, അവരത് കേട്ടോ. കേരളത്തിലും തമിഴ്നാട്ടിലുമാണ് വന്ദേ മാതരം ഫുള്ളായിട്ട് പാടാത്ത രണ്ട് സംസ്ഥാനങ്ങൾ കേട്ടോ. ബാക്കി കോൺഗ്രസ് ഭരിക്കുന്ന ചില സംസ്ഥാനങ്ങളിൽ പൂർണ്ണമായിട്ടും ഈ വന്ദേ മാതരം പാടിയിട്ടുണ്ട്. ഈ വന്ദേ മാതരത്തിനകത്ത് പാടാൻ പാടില്ലാത്ത 2-3 വരികളുണ്ട്. ഒരിക്കലും വന്ദേ മാതരത്തിന് നമ്മൾ എതിരല്ല, അല്ലെങ്കിൽ നമ്മൾ അതിനെ ഒരിക്കലും അവഹേളിക്കുന്നില്ല. പക്ഷേ മുസൽമാനോ ചെല്ലാൻ പാടില്ലാത്ത ചില വരികളുണ്ട്. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മതേതര രാജ്യമാണ്. ഇന്ത്യ ഒരിക്കലും നിന്റെ ഒന്നും അച്ചിക്ക് ശ്രീധരം കിട്ടിയതല്ല. അതുകൊണ്ട് നീയൊക്കെ പറയുന്നത് അപ്പാടെ പറയാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്ന് തന്നെ പറയും. ബാക്കി കേട്ടോ. കമ്മിറ്റിയിൽ ഞാൻ അന്ന് രവീന്ദ്രനാഥ് ടാഗോർ അടക്കം അതുപോലെ ഈ പറയുന്ന ജവഹർലാൽ നെഹ്റു അടക്കമുള്ള ആവശ്യത്തിൽ നിങ്ങൾ പരിശോധിച്ചോളൂ. ഞാൻ എന്റെ ഡേറ്റ മുഴുവൻ തീരുമാനമെടുത്തത് സംഭവം പൊളിഞ്ഞായിരുന്നു. നീ വെച്ചേരെ നിങ്ങളുടെ പ്രശ്നം എന്താ അറിയാമോ? നിങ്ങൾ ഒരൊറ്റ കണ്ടന്റിനെ കാണിച്ചിട്ട് ബാക്കിയെല്ലാം നിങ്ങളുടെ ഇഷ്ടപ്പെട്ട നറേറ്റീവിലേക്ക് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. അപ്പൊ നീയോ ഞാനും ഏതാണ്ട് ഇതിന്റെ കൂടെ കടത്തായിട്ട് വരും. ദേശീയ ആദരിക്കുന്ന നേതാക്കളെടുത്ത നിലപാട് അല്ലെങ്കിൽ നെഹ്റു ഒറ്റയ്ക്കെടുത്ത നിലപാടാണോ? അല്ലല്ലോ. കോൺഗ്രസിന്റെ എല്ലാ സെഷനുകളും തുടങ്ങുന്നത് വന്ദേ മാതരം ആലപിച്ചുകൊണ്ടാണ്. അല്ലേ? വന്ദേ മാതരം ആലപിച്ചുകൊണ്ടാണ് കോൺഗ്രസിന്റെ എല്ലാ സെഷനുകളും ആരംഭിക്കുന്നത്. കേരളത്തിലെ ഭാരതം മതേതര രാജ്യമാണ്, മതേതര രാജ്യം. അല്ലാതെ ദുർഗയിലും ശക്തിയിലും മാത്രമല്ല. ഇവിടെ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന മനുഷ്യരും ജീവിക്കുന്നുണ്ട്, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന മനുഷ്യരും ജീവിക്കുന്നുണ്ട്. ഈ നാട്ടിൽ ജീവിക്കണം. നിങ്ങൾ നല്ലൊരു ഉത്തരവിറക്കുകയാണ്. ഇത് നിർബന്ധമായും പാടണം. അതെങ്ങനെ ചെയ്യാൻ പറ്റും? ആര്യ വൈകാരികപ്പെടുമ്പോ ഞാൻ ചോദിക്കട്ടെ, ആര്യ 1905 ഈ നാട്ടിൽ 1905 പറഞ്ഞിരിക്കുന്നത് കുറെ കാലമായി. ക്രിസ്ത്യാനി മുസൽമാൻ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. അവർ സമാധാനമായി ജീവിക്കുകയാണ്. നിങ്ങൾക്കാണ് പ്രശ്നം ഉണ്ടാക്കിയത്. സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം രാജ്യത്ത് വന്ദേ മാതരം പാടുന്നുണ്ട്, ഇതുവരെയും പാടുന്നുണ്ട്. പക്ഷെ നിങ്ങൾ പറയുന്ന പോലെ പാടാൻ പറ്റില്ല. എല്ലാ ഭാഗവും പാടണമെന്ന്. രാജ്യത്തെ ഹിന്ദുക്കൾ മാത്രമല്ല, തുമി ദുർഗ, അതായത് അമ്മേ ഈ ഭാരതാംബേ നീ ദുർഗയാകുന്നു എന്ന് പാടുന്നത് തെറ്റാണ്. അല്ല, എല്ലാ ക്ഷേത്രങ്ങളിലും നിന്റെ പ്രതിമകളാണ് ഞങ്ങൾ സ്ഥാപിക്കുന്നത്. ഞങ്ങളുടെ കൈകളിലെ ശക്തി നീയാണ്, ഹൃദയത്തിലെ ഭക്തിയും നീയാണ്. എല്ലാ ക്ഷേത്രങ്ങളിലും നിന്റെ പ്രതിമകളാണ് ഞങ്ങൾ സ്ഥാപിക്കുന്നത്. നീ 10 ആയുധങ്ങൾ ധരിച്ചിരിക്കുകയാണ്. ഇസ്ലാം മതവിശ്വാസത്തിൽ എവിടെയാണ് ദുർഗയുള്ളത്? ഇസ്ലാം മതവിശ്വാസത്തിൽ എവിടെയാണ് ദുർഗയുള്ളത്? അവരോട് ചോദിക്കുക, വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കൂ.
നമ്മൾ എവിടേക്കും പോകണ്ട, ആയിരങ്ങളിലേക്കും എൺപതുകളിലേക്കും പോകണ്ട. നന്ദുവിന് ഒരു സുഹൃത്തുണ്ടാകില്ലേ, ഒരു മുസ്ലിം സുഹൃത്തെങ്കിലും ഉണ്ടാകില്ല. അവരോട് ചോദിച്ചു, അവർ ദുർഗയിൽ വിശ്വസിക്കുന്നുണ്ടോ, ശക്തിയിൽ വിശ്വസിക്കുന്നുണ്ടോ? ഈ നാട്ടിലെ ഹിന്ദുവിനും മുസൽമാനും ക്രിസ്ത്യാനിക്കും അല്ല ഇതിന് വിഷയം. ഈ നാട്ടിലെ സോക്കോൾഡ് ജിഹാദികൾക്ക്, ഈ നാട്ടിനെ രണ്ടാക്കി മുറിച്ച് ഈ പുറത്തു നിന്നുള്ള ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു ഒഴിഞ്ഞ സ്ഥലം വേണം. അതാ കാര്യം. വന്ദേ മാതരം അത് മുഴുവൻ പാടാൻ ഞങ്ങൾക്ക് സൗകര്യപ്പെടില്ല. നിങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ പാടിക്കോ, നിങ്ങൾ അതുകൊണ്ട് തൃപ്തി അടഞ്ഞോ. ഈ പറഞ്ഞത് ന്യായം. വന്ദേ മാതരം പാടിയത് കൊണ്ട് ചോദ്യപേപ്പർ ചോർന്നത് ശരിയാക്കപ്പെടില്ലല്ലോ, പെട്രോളിന്റെ വില കുറയില്ലല്ലോ, ഇവിടുത്തെ തൊഴിലില്ലായ്മ പരിഹരിക്കപ്പെടില്ലല്ലോ. അപ്പോൾ നിങ്ങൾ പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ആദ്യം ചെയ്യുന്നതായിരിക്കും കുറെ കൂടി നല്ലത്. വന്ദേ മാതരം പാടുകയോ, നിങ്ങൾ കുറെ കാലം മുമ്പ് രാമക്ഷേത്രം ഉണ്ടാക്കാൻ വന്നു, രാമക്ഷേത്രം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ തന്നെ കൊള്ളയടിച്ചു. ഇപ്പൊ അതാരാന്ന് കൊള്ളയടിച്ചെന്ന് കണ്ടുപിടിക്കാൻ പോലും പറ്റാത്തത്ര സകല സംഖ്യകളും കൈയിട്ട് വാരി. എന്തിന്? നരേന്ദ്രമോദിയുടെ യാത്രാപ്പടിയിൽ വരെ കൈയിട്ട് വാരുന്ന സംഖ്യകളായിട്ട് നിങ്ങൾ മാറി. സ്വന്തം പാർട്ടിയുടെ കൊടി മറച്ചു വെക്കുന്ന ആളുകളായിട്ട് നിങ്ങൾ മാറി. അപ്പോൾ നിങ്ങൾ വന്ദേ മാതരം പാടുന്നതാണ് ഈ രാജ്യത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കുഴപ്പം, ഞങ്ങൾക്ക് അത് തോന്നുന്നില്ല. ബ്രിട്ടീഷുകാരോട് പോരാടിയ സമയത്ത് അത് മുഴുവൻ പാടണ്ട എന്ന് തീരുമാനിച്ച നേതാവിന്റെ പേര് മഹാത്മാഗാന്ധി എന്നാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാകില്ല. ആ മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്നവരുടെ ചരിത്രം പേറുന്ന പിന്മുറക്കാരായിട്ടുള്ള നിങ്ങൾക്ക് ആ ചരിത്രത്തിൽ ഒന്നും അവകാശപ്പെടാനില്ല. ഗാന്ധി പറഞ്ഞതാണ് ഞങ്ങളുടെ രാഷ്ട്രീയം, നെഹ്റു പറഞ്ഞതാണ് ഞങ്ങളുടെ രാഷ്ട്രീയം. പറയുന്ന ഒരു കാര്യമുണ്ട്, ജിന്നയുടെ സ്വരമാണ് ഈ വന്ദേ മാതരം മുഴുവൻ പാടാത്തതിന് കാരണം. ഏത് ജിന്നയെ കുറിച്ചിട്ടാ നന്ദു ഈ പറയുന്നത്? ജിന്നയുടെ സ്വരമായിരുന്നു അക്കാലത്ത് സവർക്കർക്ക്, അതുപോലെ തന്നെ ശ്യാമപ്രസാദ് മുഖർജിക്ക്, ഗോൾവർക്കർക്ക്. നിങ്ങളൊന്ന് ചരിത്രം പരിശോധിച്ചാൽ മതി, മനസ്സിലായില്ലേ? ജിന്ന രാജ്യം രണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടത് 1940 മാർച്ച് മാസത്തിൽ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ അധ്യക്ഷ പ്രസംഗത്തിലായിരുന്നെങ്കിൽ 1937 ഹിന്ദു മഹാസഭയുടെ അധ്യക്ഷ പ്രസംഗത്തിൽ അഹമ്മദാബാദിൽ വെച്ചിട്ട് സവർക്കർ പറഞ്ഞിട്ടുണ്ട് 2 രാജ്യമാക്കണം, അതാണ് കുറച്ചുകൂടി നല്ലതെന്ന്. തൂക്കിയല്ലോ, മനസ്സിലായില്ലേ? 1943 ജിന്നയുമായിട്ട് എനിക്ക് ഒരു തർക്കവുമില്ല, അദ്ദേഹത്തിന്റെ ഡ്യുവൽ നേഷൻ തിയറി അംഗീകരിക്കുന്നു എന്നാണ് സവർക്കർ പറഞ്ഞത്. അതൊക്കെ പോയി തിരുത്തിയിട്ട് ഞങ്ങളെ ചരിത്രം പഠിപ്പിക്കുക. ഞാൻ സമാധാനം ആഗ്രഹിക്കുന്ന ഒരു പാവം വർഗീയവാദിയാ, നീ എന്നെ കൊണ്ടുപോയി കൊലക്കൊടുക്കരുത്. ഇനി എന്നെ മാരിയെ അരുൺകുമാറിനെ താങ്കൾ കൊണ്ടുപോയി വന്ദേ മാതരം ആലപിക്കുന്ന മറ്റൊരാളുടെ പാട്ട് കേൾപ്പിക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സൗകര്യമില്ല. നിങ്ങൾ കേൾപ്പിക്കുന്ന പാട്ട് കേട്ടിട്ടല്ല ഞങ്ങൾ രാജ്യത്ത് രാജ്യസ്നേഹികളായതും ഈ രാജ്യത്തിന്റെ ചരിത്രത്തോട് കൂറ് പുലർത്തി നിൽക്കുന്നതും. 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ നിങ്ങളുടെ റോൾ എന്തായിരുന്നു? അന്ന് നിങ്ങളുടെ ശ്യാമപ്രസാദ് മുഖർജിയും അന്ന് നിങ്ങളുടെ സവർക്കറും ഗോൾവർക്കറും ഒക്കെ പറഞ്ഞത് എന്താ അറിയോ? ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ പങ്കുചേർന്ന് നിങ്ങളുടെ കായിക ശേഷി നഷ്ടപ്പെടാതെ അവരോടൊപ്പം ചേർന്നുകൊണ്ട് ഇവിടുത്തെ മുസ്ലിങ്ങൾക്കെതിരെ, ആഭ്യന്തര ശത്രുക്കൾക്കെതിരെ പോരാടണമെന്നാണ് പറഞ്ഞത്. എന്നിട്ട് നിങ്ങൾ ചരിത്രം പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു. താങ്കൾ നേരത്തെ പറഞ്ഞ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നാണ്. താങ്കൾക്ക് ചരിത്ര പഠനം കുറവാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ ജിന്നയുടെ നേതൃത്വത്തിൽ പാകിസ്ഥാൻ ഉണ്ടാക്കിപ്പോയ അഖിലേന്ത്യാ മുസ്ലിം ലീഗിന് പകരമായിട്ട് ഈ രാജ്യത്തോട് കൂറ് പുലർത്തിയ യഥാർത്ഥ രാജ്യസ്നേഹികളായിട്ടുള്ള മുസ്ലിങ്ങൾ ഈ രാജ്യത്തുണ്ടാക്കിയ സംഘടനയുടെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അത് നിങ്ങൾക്ക് രണ്ട് മാറിപ്പോകുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? അന്ന് നിങ്ങൾ ഒളിവിലിരുന്ന് ബ്രിട്ടീഷുകാർക്ക് പാദസേവ ചെയ്യുന്ന തിരക്കിലായിരുന്നു. ചരിത്രത്തിന്റെ ABCD അറിയാത്ത ഷാഗൈ പോട്ട് വാട്സപ്പ് യൂണിവേഴ്സിറ്റി കിട്ടുന്ന ക്യാപ്സൂൾ തിന്നിട്ട് വിവരവും വിദ്യാഭ്യാസവും ഉള്ള ചരിത്രബോധമുള്ള ആൾക്കാരുടെ മുമ്പിൽ വന്നാൽ മോനെ നിനക്ക് ഇതല്ല ഇതിന്റെ 8ന്റെ പണി കിട്ടും കേട്ടാ. അവന്റെ അണ്ണാക്കിലാണ് ജിൻഡോയും ആര്യയും അടിച്ചങ്ങോട്ട് കയറ്റി കൊടുത്തത്. കിടിലൻ ഡിബേറ്റ് അല്ലായിരുന്നോ? ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? അപ്പം ചരിത്രബോധമുള്ള ആളുകളുടെ മുമ്പിൽ വന്ന് പെട്ടാൽ ലവന്മാരിതേ പിന്നെ കണ്ടം വഴി ഓടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പിന്നെ എന്ത് പറഞ്ഞാലും പറയാനൊരു ജിഹാദ് ഉണ്ടല്ലോ. ആ ജിഹാദ് ഉള്ളിടത്തോളം കാലം ലവന്മാരിങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിങ്ങനെ പിടിച്ചു നിൽക്കും. സത്യത്തിൽ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൽ ലശേഷം പോലും പങ്കില്ലാത്ത ഈ വൃത്തികെട്ട ഊളകൾ വന്നിട്ട് ഇവിടെ എന്ത് ചെയ്യണം, ഇവിടെ എന്ത് പറയണം. ആകെ 3 സീറ്റാണ് ഇപ്പോൾ കേരളത്തിൽ കിട്ടിയത്. BJP ആണ് വിവിധ സംസ്ഥാനങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മുഴുവൻ സംസ്ഥാനങ്ങൾ BJP ഭരിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്നതൊക്കെ ഇവിടെ നടക്കും. കാരണം നടക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. വന്ദേമാതരം ഫുള്ളായിട്ട് ചെല്ലണമെന്ന് പറഞ്ഞാൽ ചെല്ലിയേ പറ്റത്തുള്ളൂ. ഇവിടെ ഒരൊറ്റ നിയമേ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരൊറ്റ നിയമേ ഉള്ളൂ. ഈ ഇന്ത്യയെ ഈ സംഘപരിവാറാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. ഇന്നത്തെ കമൻ്റൊക്കെ അടിച്ചവൻ്റെ അണ്ണാക്കി തന്നെ കൊടുത്തേ കേട്ടാ.